നമസ്കാരം. സയനൈഡ് കഴിച്ചോ, സ്വയം സ്ഫോടനം നടത്തിയോ, നെഞ്ചിലേക്ക് വെടിയുണ്ടകൾ ഏറ്റുവാങ്ങിയോ ഞാൻ മരിക്കും. എന്നെ പിടിക്കാൻ നോക്കണ്ട, എൻ്റെ ജീവൻ എൻ്റെ കയ്യിലാണ്. സോഷ്യൽ മീഡിയയിൽ ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് കേരള പോലീസിനെയും ഭരണകൂടത്തെയും പരസ്യമായി വെല്ലുവിളിച്ച് മാസ് ഡയലോഗുകൾ അടിച്ച അർജുൻ ആയങ്കിക്ക് ഒടുവിൽ എന്താ പറ്റിയത്? താൻ പിടിക്കപ്പെടില്ല എന്ന അഹങ്കാരത്തിൽ ഒളിത്താവളങ്ങൾ മാറി മാറി താമസിച്ച് പോലീസിനെ കൊതിപ്പിച്ച ആ മാസ് ഹീറോ പ്ലാൻ വെറും 3 മണിക്കൂറുകൾ കൊണ്ട് നിലംപരിശായി. അർദ്ധരാത്രി പിന്നിട്ട് നാടൊട്ടുക്കും ഉറങ്ങിക്കിടന്ന ആ പാതിരാത്രിയിൽ കണ്ണൂരിലെ ഒരു ഫ്ളാറ്റ് വട്ടമിട്ട് വളഞ്ഞ് കേരള പോലീസ് നടത്തിയത് ഒരു വമ്പൻ സർജിക്കൽ സ്ട്രൈക്കായിരുന്നു. വെല്ലുവിളിച്ചവന്റെ വാതിക്കൽ വന്ന് പോലീസ് മുട്ടിയപ്പോൾ പിൻവാതിലൂടെ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടാൻ നോക്കിയ അർജുൻ ആയങ്കിയെ സ്പെഷ്യൽ സ്ക്വാഡ് കഴുത്തിന് പിടിച്ച് തൂക്കിയെടുത്തു. വീരവാദങ്ങളിൽ തുടങ്ങി പാതിരാത്രിയിലെ പൂട്ടുവരെ. കഥകളിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ക്ലാരിഫിക്കേഷൻ പറയണം. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ അർജുൻ ആയങ്കിക്ക് വേണ്ടിയിട്ട് പോലീസ് കളിക്കുന്ന കളിയൊക്കെ വെറും പറാട്ട നാടകമാണ് എന്നും ഇപ്പോൾ കളിക്കുന്നത് ഭരണ പ്രതിപക്ഷ കക്ഷികൾക്ക് കച്ചിത്തുരുമ്പാണ് എന്നുമാണ്. ആ വാദത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുന്നു. കാരണം ഒരു ക്രിമിനലിനെ പിടികൂടാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ പോലീസ് പിടിയിടേനെ. അതായത് ഇപ്പോൾ ഈ പിടിച്ച പിടിയുണ്ടല്ലോ, ഇതിനു മുമ്പേ ആകാമായിരുന്നല്ലോ. ഇവിടെ ആയെങ്കിൽ സോഷ്യൽ മീഡിയയിലും അവിടെയും ഇവിടെയൊക്കെ വെല്ലുവിളിച്ച് പോലീസിനെ വെറും ഊശിയാക്കിയപ്പോൾ പോലീസിൻ്റെ ഈഗോ പൊട്ടി. അങ്ങനെ ഈഗോ പൊട്ടി നാട്ടുകാരുടെ മുന്നിൽ നാണം കിട്ടപ്പോൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് കഴിവില്ലാത്ത ഒരു വകുപ്പ് എന്ന് ജനം പറയാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആയെങ്കിയെ പിടിക്കാൻ നിർബന്ധിതനായി അങ്ങനെ പിടിച്ചതാണ്. അല്ലാതെ പോലീസിന് കഴിവില്ലാഞ്ഞിട്ടല്ല, നേരത്തെ പിടിക്കാമായിരുന്നു. ഇപ്പോൾ ഇത് പിടിച്ചത് ഈ ഉമ്മാക്കികൾ ഉണ്ടായത് കൊണ്ടാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനർത്ഥം ആയെങ്കിയെ വെള്ള പൂശുക എന്നുള്ളതല്ല. അയാൾ ചെയ്തിട്ടുള്ള ക്രൂരതകൾ, ഇവിടെ നടത്തിയിട്ടുള്ള കർമ്മങ്ങൾക്ക് വൈറ്റ് വാഷ് ചെയ്തു കൊടുക്കുന്ന പരിപാടിയൊന്നും അല്ല. അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പോലീസ് കേസ് തെളിയിക്കട്ടെ, കോടതി ശിക്ഷിക്കട്ടെ, അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഏതായാലും നമുക്ക് കാര്യത്തിലേക്ക് വരാം. അർജുൻ ആയങ്കി കേരള പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പങ്കുവച്ചതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. അതിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തികച്ചും അങ്ങേയറ്റം നാടകീയവും പ്രകോപനപരമായിരുന്നു എന്ന് ഞാനും നിങ്ങളുമെല്ലാം കണ്ടതാണ്. തന്നെ വെടിവെച്ച് കൊല്ലാമെങ്കിൽ കൊല്ലൂ എന്ന് പരസ്യമായി വെല്ലുവിളിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് റിപ്പോർട്ടുകൾ കണ്ടുകൊണ്ട് താൻ നേരിട്ട് വന്ന് കീഴടങ്ങുമെന്ന് പോലീസ് വിചാരിക്കേണ്ട എന്നും താൻ മരിക്കാൻ ഉറച്ച വ്യക്തിയാണ് എന്നും അദ്ദേഹം വീഡിയോയിലൂടെ പറഞ്ഞു. സ്വന്തം ജീവൻ ഇനി തൻ്റെ കൈകളിലല്ല ഉള്ളത് എന്നും വെടിയേറ്റാണോ, സയനൈഡ് കഴിച്ചാണോ, അതോ സ്വയം സ്ഫോടനം നടത്തിയാണോ മരിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് താൻ തന്നെ ആയിരിക്കുമെന്നും ഒക്കെ അദ്ദേഹം അഹങ്കാരത്തോടെ വിളിച്ചു പറഞ്ഞു. എന്നെ വെടിവെച്ചിടാനൊക്കെയാണ് ഇവർ പറയുന്നത്. വെടിവെച്ചിടാം എന്നൊക്കെ പറഞ്ഞ് ഒരു ന്യൂസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അപ്പാട് വന്ന് കീഴടങ്ങുമെന്നൊക്കെയാണ് ഇവർ വിചാരിക്കുന്നത്. ഞാൻ ചാവാൻ തീരുമാനിച്ച ഒരാളാണ്. ചാവാൻ തീരുമാനിച്ച ഒരാൾക്ക് എങ്ങനെ എത്താറെന്താ? എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടതല്ലേ? എൻ്റെ ജീവിതം എൻ്റെ കയ്യിൽ നിന്ന് പോയതാണോ? അയാൾക്ക് പിന്നെ എങ്ങനെ വെടികൊണ്ട് മരിക്കണോ, സയനൈഡ് കഴിച്ച് മരിക്കണോ, പൊട്ടിത്തെറിക്കണോ എന്നെല്ലാം അയാൾ തീരുമാനിക്കും. അപ്പോൾ ഞാനൊരാളെയും വെല്ലുവിളിക്കാനല്ല. വെല്ലുവിളിച്ചത് ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചെന്നൊക്കെ പറയുന്നത്. ആഭ്യന്തരമന്ത്രി എന്തിനാ വെല്ലുവിളിച്ചത്? എനിക്കെതിരെ എടുത്ത കള്ള കേസ് അത് പുനരന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മന്ത്രിയോട് ഒരു കേസ് പുനരന്വേഷിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അതെങ്ങനെ വെല്ലുവിളിയാവുക? ഒരു കള്ളക്കേസല്ലേ? ഒരു മനുഷ്യനല്ലേ പറയുന്നത്? മനുഷ്യനല്ലേ? പാർട്ടിയൊക്കെ പിന്നീടാവാം. ഒരു മനുഷ്യനാ കള്ളക്കേസ് കുടുക്കി അവൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തിയ നശിപ്പിച്ച ഒരു സംഭവത്തെ പുനരന്വേഷിക്കാൻ വേണ്ടി, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അത് ചെയ്യാൻ വേണ്ടി അയാൾ മുന്നോട്ടേക്ക് വരുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയെങ്കിൽ ഞാൻ താങ്കൾക്കൊരു പൊന്നാടി അണിയിക്കും, ഒരു ഉമ്മ തരും എന്നത് എൻ്റെ മനസ്സിൽ തട്ടി ഞാൻ പറഞ്ഞതാണ്. അതിനൊക്കെ കാരണമായി അദ്ദേഹം പറഞ്ഞത് ആഭ്യന്തര മന്ത്രാലയത്തിനെതിരെയുള്ള നിശ്ചിതമായിട്ടുള്ള വിമർശനമാണ്. തനിക്കെതിരെ എടുത്തിട്ടുള്ള തെറ്റായ കേസ് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടത് എങ്ങനെയാണ് വെല്ലുവിളിയാകുന്നത് എന്ന് അർജുൻ ആയങ്കി ആ വീഡിയോയിലൂടെ ചോദിച്ചിരുന്നു. ഈ വെല്ലുവിളികൾ പക്ഷേ അധികകാലം നീണ്ടിരുന്നില്ല. ശനിയാഴ്ച അർദ്ധരാത്രി പിന്നിട്ട് ഏകദേശം 2 മണിയോടെ കേരള പോലീസ് അതിശക്തമായിട്ടുള്ള മറുപടി അങ്ങോട്ട് കൊടുത്തു. കണ്ണൂരിലെ പഴയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഒരു വനിതാ അഭിഭാഷകയുടെ ഫ്ളാറ്റ് അങ്ങോട്ട് വളഞ്ഞു പോലീസ് രാത്രിയിൽ. അർജുൻ ആയങ്കി അങ്ങോട്ട് തൂക്കി അങ്ങോട്ട് എടുത്തു. ഇതിനിടയിൽ ഇറങ്ങി ഓടി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മറ്റ് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതൊക്കെ അതിശയോക്തി ആയിരിക്കാം. ഏതായാലും പാതിരാത്രിയിൽ തൂക്കിയെടുത്തു. സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആകട്ടെ ഈ അറസ്റ്റ് കഴിയുന്നതുവരെ താൻ ഉറങ്ങില്ല എന്ന് വാശി പിടിച്ചു. പോലീസുകാർക്ക് ഉറക്കമുളച്ചും പിന്നെ ആയങ്കിയെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. അതായിരുന്നു എൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. അക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ സമ്മതിക്കണം. ആ ഒരു തീരുമാനം അങ്ങോട്ട് എടുത്തത്. തീരുമാനം ആരെടുത്താലും നടപ്പിലാക്കാൻ പറ്റും. തീരുമാനം എടുക്കാത്തതാണ് പ്രശ്നം. ഏതായാലും രമേശ് ചെന്നിത്തല നേരിട്ട് മേൽനോട്ടം വഹിച്ച ഈ ദൗത്യത്തിന് പോലീസ് നൽകിയൊരു പേര് ഓപ്പറേഷൻ ആയങ്കി എന്നാണ്. തികച്ചും ഒരു സർജിക്കൽ സ്ട്രൈക്കിന് സമാനമായ അതീവ രഹസ്യമായ നീക്കങ്ങളിലൂടെയാണ് സ്പെഷ്യൽ സ്ക്വാഡ് ഈ അറസ്റ്റ് സാധ്യമാക്കിയത്. പ്രഗത്ഭനായ
DIG കെ കാർത്തികിൻ്റെ നേരിട്ടുള്ള നേതൃത്വത്തിലാണ് ഈ സ്പെഷ്യൽ സ്ക്വാഡ് പ്രവർത്തിച്ചിരുന്നത്. ഈ നാടകീയമായിട്ടുള്ള അറസ്റ്റിലേക്ക് നയിച്ചിട്ടുള്ള സംഭവ വികാസങ്ങൾ ഒരു സിനിമാ കഥയേക്കാൾ ഉദ്വേഗഭരിതമായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് അർജുൻ ആയങ്കി തളിപ്പറമ്പിലെ ഒരു ലോഡ്ജിൽ അതീവ രഹസ്യമായിട്ട് തങ്ങാണ്. എന്നാൽ പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം ഈ വിവരം കൃത്യമായി ചോർത്തിയെടുത്തിരുന്നു. താൻ നിരീക്ഷണത്തിലാണ് എന്ന് മനസ്സിലാക്കിയ ആയങ്കി അവിടെ നിന്ന് പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പയ്യന്നൂർ ഭാഗത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചു. യാത്രക്കിടയിൽ സ്വന്തം ഫോൺ ഓഫ് ചെയ്ത അദ്ദേഹം താൻ സഞ്ചരിച്ചിരുന്ന ഓട്ടോ ഡ്രൈവറുടെ ഫോൺ വാങ്ങി സുഹൃത്തായ ജിത്തിനെ വിളിക്കുകയുണ്ടായി. എന്നാൽ യാത്രക്കാരൻ ഈ അസ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റത്തിൽ സംശയം തോന്നിയ അയാൾ ബുദ്ധിമാനാണ് ഏതായാലും സ്വന്തം ഫോൺ ഓഫാക്കി വെച്ചിട്ട് ഓട്ടോറിക്ഷ ഡ്രൈവറിൽ നിന്ന് നമ്പർ വാങ്ങി ഫോൺ വാങ്ങി വിളിക്കണമെന്നുണ്ടെങ്കിൽ ബുദ്ധിയുള്ള ഓട്ടോറിക്ഷ ഡ്രൈവറാണ് സംശയം തോന്നുമല്ലോ. ഏതായാലും ആ ഓട്ടോ ഡ്രൈവർ സമയോചിതമായിട്ട് ആ കാര്യം പോലീസിനെ അറിയിച്ചു. വിവരം ലഭിച്ച ഉടൻ തന്നെ പോലീസ് ജിത്തിനെ പൊക്കി. കാര്യം ജിത്തിനെയാണല്ലോ വിളിച്ചത്. ഇയാളെ ഫോൺ എങ്ങോട്ടാണ് പോയെന്ന് അറിയാലോ. ജിത്തിനെ തൂക്കി അങ്ങോട്ട് എടുത്തു. അതീവ രഹസ്യമായി അങ്ങോട്ട് ചോദ്യം ചെയ്തു. ഈ ജിത്തിനെ പൊക്കി വരും ആയങ്കി പക്ഷേ മനസ്സിലായില്ല, ആയങ്കിക്ക് അറിയില്ല. ചോദ്യം ചെയ്യലിൽ ആയങ്കിയെ കണ്ണൂരിലുള്ള ഒരു വനിതാ അഭിഭാഷകയുടെ ഫ്ളാറ്റിലേക്ക് സുരക്ഷിതമായി മാറ്റി എന്നുള്ള നിർണായക മൊഴി പോലീസ് അങ്ങോട്ട് തൂക്കി അങ്ങോട്ട് എടുത്തു. ഇതായിരുന്നു ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. അതായത് ആയങ്കി വലിയ ബുദ്ധിമാനാണ്, എല്ലാം അറിയുന്ന ആളാണ്. അതേപോലെ IP സ്പ്രൂഫിങ്ങിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് മെസ്സേജ് ഇടാനൊക്കെ അറിയുന്ന ആളാണ്. പക്ഷേ ആ ആൾ അങ്ങോട്ട് പോയിട്ട് ഏതെങ്കിലും ടെലിഫോൺ ബൂത്തിൽ നിന്നൊന്ന് വിളിക്കാതെ മറ്റൊരാളുടെ ഫോൺ വാങ്ങി വിളിച്ച ഒരു മണ്ടത്തരം ഉണ്ടല്ലോ. അപ്പോൾ ബുദ്ധിയില്ല, മണ്ടനാണ് എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. തുടർന്ന് എന്തായാലും പരിസരത്തെ CCTV ദൃശ്യങ്ങളൊക്കെ വിശദമായിട്ട് പോലീസ് പരിശോധിച്ചു. ഉച്ചയ്ക്ക് 3:30 ആയങ്കി ആ ഫ്ളാറ്റിലേക്ക് കയറി പോകുന്നത് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പാതിരാത്രിയിൽ ഫ്ളാറ്റ് പൂർണ്ണമായിട്ടും ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു മിന്നൽ ഓപ്പറേഷൻ പോലീസ് നടത്തിയത്. കാര്യം അവിടെ പോലീസ് കാവലുണ്ടായിരുന്നു ഇയാൾ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. കാര്യം ഒരു ഓപ്പറേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഒരുക്കണമല്ലോ. ആയെങ്കിൽ രക്ഷപ്പെടാൻ പാടില്ലല്ലോ. കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പോലീസിനെ നാണം കെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഓരോന്ന് ഞാൻ അവിടെ തൃശ്ശൂർ റൗണ്ടിൽ ഒരു മരത്തിന് ചോട്ടിൽ ഇപ്പോണ്ടതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഏതായാലും പോലീസ് സംഘം ഫ്ളാറ്റ് അങ്ങോട്ട് വളഞ്ഞ നിമിഷം നീലയും കറുപ്പും കലർന്നുള്ള ഒരു ടീഷർട്ട്, അതിന് മുകളിൽ ഒരു നീല ഷർട്ടൊക്കെ ധരിച്ചിരുന്ന ആയെങ്കിൽ ഫ്ളാറ്റിൻ്റെ പിറകുവശത്തൂടെ ഇറങ്ങി സ്പീഡിൽ അങ്ങോട്ട് വെച്ച് പിടിച്ചു. എന്നാൽ കെട്ടിടത്തിന് ചുറ്റും കനത്ത പോലീസ് പട ഉണ്ടായിരുന്നത് കൊണ്ട് ആ ശ്രമം അങ്ങോട്ട് പരാജയപ്പെട്ടു. പോലീസുകാർ അദ്ദേഹത്തെ അങ്ങോട്ട് ഓടിച്ചിട്ട് വളഞ്ഞങ്ങോട്ട് പിടിച്ചു. പിന്നെ ഓടാൻ സംഭവിച്ചിട്ടില്ല. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ആയങ്കിയുടെ മുഖത്ത് അല്പം പോലും കുറ്റബോധത്തിൻ്റെ നിഴൽ ഉണ്ടായില്ല എന്നാണ് ഈ അറസ്റ്റ് ചെയ്ത പോലീസുകാർ, അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത പോലീസുകാർ പറയുന്നത്. അതാണ് ഏറ്റവും ശ്രദ്ധേയമെന്ന് പറയുന്നത്. പോലീസിനെ കണ്ടപ്പോൾ കടലിൽ കാണാതായ ആളെ ഒടുവിൽ കണ്ടെത്തിയോ എന്ന് തികഞ്ഞ പരിഹാസത്തോടെയാണ് ഈ ആയങ്കി ചോദിച്ചത് എന്ന് പറയുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴും യാതൊരു കുലുക്കവുമില്ലാതെ പത്രങ്ങളൊക്കെ എടുത്ത് വായിക്കാനാണ് അയാൾ ശ്രമിച്ചതെന്നും പിന്നെ വൈദ്യപരിശോധനയ്ക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും ഞാൻ പോലീസിനെ വെല്ലുവിളിച്ചിട്ടില്ല, എൻ്റെ ഭാഗത്തുള്ള ന്യായമായ കാര്യങ്ങൾ മാത്രമാണ് ഉന്നയിച്ചത് എന്ന് അയാൾ ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തിരുന്നു. അതേസമയം ആയങ്കിയെ മാത്രം പിടികൂടി പോലീസ് ഈ ദൗത്യം അവസാനിപ്പിച്ചില്ല. അയാളുടെ സഹോദരനായ അജയ് ആയങ്കിയെ കോഴിക്കോട് നടക്കാവിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. സോഷ്യൽ മീഡിയയിലൂടെ ക്രൗഡ് ഫണ്ടിങ് നടത്തുന്നതിനും ആയങ്കിക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ എത്തിച്ചു നൽകുന്നതിനും മുൻപന്തിയിൽ നിന്നതിനാണ് സഹോദരനെതിരെ നടപടിയെടുത്തത്. ഇതിനു പുറമെ ആയങ്കിക്ക് ഒളിവിൽ കഴിയാൻ സൗകര്യങ്ങളും സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത 15ഓളം വരുന്ന കൂട്ടാളികളെയൊക്കെ പോലീസ് അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആയങ്കിക്ക് അഭയം നൽകിയിട്ടുള്ള വനിതാ അഭിഭാഷകയെ പക്ഷേ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും ഒരു കാരണവശാലും ആ കേസ് നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അഭിഭാഷകയെ കാണാനുള്ള അവകാശമുണ്ട്. തൻ്റെ വക്കീലാണ് ആ അഭിഭാഷകെന്ന് ആയങ്കി പറയുകയും വക്കീൽ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലീസിന് പണിയാവും. അതുകൊണ്ട് ആ അഭിഭാഷകയെ വിട്ടയക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ വിട്ടയച്ചിട്ടുണ്ടാവും, ഞാൻ അറിഞ്ഞിട്ടില്ല. പ്രതികൾക്ക് എന്തായാലും യാതൊരു കാരണവശാലും ജാമ്യം ലഭിക്കില്ല എന്ന് പോലീസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതായത് ജാമ്യം ലഭിക്കുന്ന കുറ്റങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളെങ്കിലും വകുപ്പുകൾ അങ്ങനെയാണ് ശ്രമിച്ചിട്ടുള്ളെങ്കിലും അതിനുശേഷവും ചേർക്കാമല്ലോ, ജാമ്യമില്ലാത്ത വകുപ്പുകൾ അതും ഇതൊക്കെ ചേർക്കാമല്ലോ. അതായത് ഇപ്പോൾ ഒരു കാരണവശാലും അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള കേസിൽ പോലും പോലീസ് സ്റ്റേഷനിലേക്ക് നോട്ടീസ് അയച്ച് വിളിച്ച് മൊഴിയെടുത്ത് വിട്ടയക്കണം എന്നുള്ള നിശ്ചിതമായി സുപ്രീം കോടതി നിർദ്ദേശമുള്ള കേസിൽ പോലും മറ്റ് യാതൊരുവിധ കുരുട്ടുകളും ഇല്ലാതിരിക്കെ അവരെ FIR ഒക്കെ അങ്ങോട്ട് നീട്ടി എഴുതി, റിമാൻഡ് റിപ്പോർട്ടൊക്കെ അങ്ങോട്ട് നീട്ടി എഴുതിയിട്ട് ജയിലിലേക്ക് വിട്ട പോലീസാണ്. ആ പോലീസിന് പിന്നെ 2-3-4-5 ദിവസം പോലീസിനെ വട്ടം കറക്കിയ ഒരുത്തനെ അങ്ങനെ പെട്ടെന്ന് തൊട്ട് പറഞ്ഞു വിടാൻ പറ്റുമോ? ഏതായാലും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. അത് കഴിയുമ്പോൾ റിമാൻഡ് കാലാവധി നീട്ടുമായിരിക്കും, അറിയില്ല. അതൊക്കെ പിന്നീട് അറിഞ്ഞ വിവരങ്ങളാണ്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ആയങ്കിയെ നേരെ എറണാകുളത്ത് കണ്ണൂരിൽ നിന്ന് അങ്ങോട്ട് പൊക്കിക്കൊണ്ട് പോകാൻ തീരുമാനിച്ചു എന്നുള്ള വിവരം അത് നമുക്ക് കിട്ടി. ഈ സംഭവത്തിന് പിന്നാലെ കടുത്ത ഭാഷയിലാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്.
കേരളം ക്രിമിനലുകളുടെയോ അല്ലെങ്കിൽ ഗുണ്ടകളുടെയോ വിഹാര കേന്ദ്രമല്ല എന്നും സമാധാനപരമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരുടെ നാടാണ് ഇതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നിയമത്തെയും ഭരണ സംവിധാനത്തെയും ഒക്കെ പരസ്യമായി വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും ഈ നാട്ടിൽ ഇടമുണ്ടാവില്ല എന്നും ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സംരക്ഷണം ഉണ്ട് എന്ന് കരുതി ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നും നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് എന്നും ആഭ്യന്തരമന്ത്രി കൃത്യമായി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ADGP പി വിജയനും ഈ കാര്യത്തിൽ ശക്തമായ നിലപാട് ഉണ്ട് എന്ന് വ്യക്തമാക്കിയതായി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പോലീസിന്റെ നടപടികളെ നമുക്ക് വിമർശിക്കാം, അത് തെറ്റാണ് എന്ന് പറയാം, യഥാർത്ഥ വസ്തു എന്താണെന്ന് വേണമെങ്കിൽ അതും വിളിച്ചു പറയാം. പക്ഷേ പോലീസിനെ വെല്ലുവിളിക്കുന്നത്, കാണാടാ വാടാ പോടാ എന്നൊക്കെ വിളിച്ച് വെല്ലുവിളിക്കുന്നത് ഒരു ഔദ്യോഗിക സംവിധാനത്തോടുള്ള ഒരു എതിർപ്പാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളൊക്കെ എതിർപ്പുണ്ട്, നമുക്കൊക്കെ പല കാര്യങ്ങളും എതിർപ്പുണ്ട്. നമ്മളൊക്കെ പോലീസിന്റെ കിരാത നടപടികൾക്ക്, നിലപാടുകൾക്ക്, പച്ച മലയാളത്തിൽ പറഞ്ഞ ചെറ്റത്തരങ്ങൾക്ക് വിധേയരായിട്ടുള്ളവരാണ്. കാര്യം നിയമമല്ല അവർ നടപ്പിലാക്കിയത്, നിയമം അല്ലാത്ത കാര്യങ്ങൾ അത് അവർക്ക് വൈകാതെ മനസ്സിലാവുകയും ചെയ്യും. ഏതായാലും ആ കാര്യത്തിലൊക്കെ നമ്മൾ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പോലീസിന് നമുക്ക് കാണാട്ടോ എന്ന് പറയുന്ന ഒരു സ്വഭാവം നമുക്കില്ല. അത് പറയുന്നത് അത്ര സുഖമുള്ളൊരു കാര്യവുമല്ല. ഈ നാടിൻ്റെ ക്രമസമാധാനത്തോടും സമൂഹത്തോടുമുള്ള ഒരു വെല്ലുവിളിയാണ് ഈ പോലീസിനെ വെല്ലുവിളിക്കുന്നത് എന്നുള്ള രമേശ് ചെന്നിത്തലയുടെ ആ അഭിപ്രായത്തോട് യോജിക്കുന്നുമുണ്ട്. ഇത്തരം കുറ്റവാളികളെ എന്തായാലും സോഷ്യൽ മീഡിയയിലൂടെ ലൈക്ക് അടിച്ചും കമൻറ്റുകൾ ഇട്ടുമൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെയും പോലീസ് വളരെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. മറുവശത്ത് ഈ അതിസാഹസ്യമായിട്ടുള്ള നീക്കത്തിലൂടെ പോലീസിന്റെ കീർത്തി, അഭിമാനം അതൊക്കെ ഉയർത്തിയ DIG K കാർത്തിക് വീണ്ടും ഒരു ആക്ഷൻ ഹീറോയായി മാറിയിരിക്കുകയാണ്. ഈ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് ഇതൊരു 4 ദിവസം മുമ്പേ ആകാമായിരുന്നു എന്നാണ്. വേണമെങ്കിൽ കേരള പോലീസ് അത്ര മോശം പോലീസൊന്നും അല്ലെന്നേ. ആയങ്കിയുടെ കേസെന്ന് പറഞ്ഞാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ജാമ്യം കൊടുത്ത് പറഞ്ഞു വിടേണ്ട കേസുകൾ 7 കൊല്ലത്തിന് ഉള്ളിലുള്ള വകുപ്പുകളായിരുന്നു ചാർത്തിയിരുന്നത്. അതിനിപ്പോൾ ജാമ്യം ഇല്ലാത്ത വകുപ്പാണെന്നുണ്ടെങ്കിലും കോടതിയിൽ എത്തുമ്പോൾ ജാമ്യം കിട്ടും. അപ്പോൾ വെറുതെ ഇങ്ങനെ ഒരു ആക്രാന്തപ്പെട്ടിട്ട് ഇയാളെ വലിയൊരു ഫോഴ്സ് ഉപയോഗിച്ച് അതിനുള്ള സാമ്പത്തികം ഇപ്പോൾ എണ്ണയൊക്കെ കിട്ടാനില്ലാത്ത സമയമാണ്. കുറേ വണ്ടികളൊക്കെ ഓടി ഇയാളെ തൂക്കിയെടുത്ത് കൊണ്ടുവന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിട്ട് ജാമ്യത്തിൽ വിടുന്നതിനേക്കാളും നല്ലത് അയാളെ പെതിയെ തൂക്കാമെന്ന് പോലീസ് കരുതി. ഇതാണ് ഇതിൻ്റെ വസ്തുത എന്ന് പറയുന്നത്. പക്ഷേ കുടുങ്ങിയെന്ന് പറഞ്ഞാൽ ഇതിനിടയിൽ പോലീസിൻ്റെ കഴിവുകേടാണ് ഇതെന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചപ്പോൾ പിന്നെ പോലീസിൻ്റെ ഈഗോ പൊക്കുമല്ലോ. അതാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ആ വെല്ലുവിളിയാണ് ഇതിൻ്റെ ഒരു അറസ്റ്റിന് കാരണം. പക്ഷേ നന്നായി, കാരണം മറ്റൊരുപാട് കുറ്റങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഈ ആരോപിച്ചുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ ചെറിയ കുറ്റങ്ങളായിട്ട് ജാമ്യം കിട്ടി പുറത്തു വരുന്നത്. മറ്റു പല കേസുകളുണ്ടല്ലോ, ആ കേസുകളെ തെളിയട്ടെ, ശിക്ഷിക്കട്ടെ എന്ന്. ഏതായാലും ആക്ഷൻ ഹീറോ ആയ എന്തായാലും പോലീസ് മാറി. ഇതിനു മുമ്പ് ആലുവയിൽ നടന്നിട്ടുള്ളൊരു ഓപ്പറേഷൻ ഡാർക്ക് ഫോഴ്സ്, പിന്നെ കോട്ടയത്തൊരു ഓപ്പറേഷൻ കാവൽ, ഇങ്ങനെ ഈ ഓപ്പറേഷൻ നിങ്ങളുടെ പേരിടാണ്. ഏതായാലും ഈ വൻ വിജയകരമായിട്ടുള്ള പോലീസ് ദൗത്യങ്ങൾക്ക് നേതൃത്വം നൽകി ശ്രദ്ധേയനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. ഏതായാലും അർജുൻ ആയങ്കി സഞ്ചരിക്കാൻ ഉപയോഗിച്ചിരുന്ന കാറ് പനമക്കാവൂലിൽ നിന്ന് പോലീസ് കണ്ടെടുത്ത് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഫ്ളാറ്റിൽ ആയങ്കിയോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു സുഹൃത്ത് ഓടിപ്പോകാൻ ശ്രമിക്കാതെ പോലീസിന് മുന്നിൽ കീഴടങ്ങിയതായിട്ടും എന്നാൽ ഓടി രക്ഷപ്പെടാൻ നോക്കിയ ആയങ്കിയെ പോലീസ് തൂക്കിയെടുത്തതും അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വാർത്തകളാകുന്നത്. ഇത് കേരള പോലീസിൻ്റെ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെയും കൃത്യമായ ഒരു പ്ലാനിങ്ങിൻ്റെയും ഒക്കെ ഉത്തമ ഉദാഹരണമാണ്. അത് കമ്മീഷണർ അത് പറയുന്നുകൊണ്ട് അത് ശരിയാണ് താനും. നിയമത്തിന് മുന്നിൽ ആരും അതിമനുഷ്യരല്ല എന്നും വെല്ലുവിളിക്കുന്നവരിന് ഏത് മുന്നമ്പരാനാണെന്നുണ്ടെങ്കിലും അവനെ നിയമത്തിൻ്റെ മുന്നിൽ നിയമത്തിൻ്റെ വഴിയിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഈ സംഭവം എന്തായാലും വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് പോലീസ് കഴിവട്ടതാണ്, ഇതാണ് ആനയാണ് ചേനയാണെന്നും പറയാൻ നിൽക്കണ്ട. പോലീസിനെ വിമർശിക്കാം. നിങ്ങൾക്ക് പോലീസിൽ നിന്ന് തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോലീസ് നിങ്ങളെ ആവശ്യമില്ലാതെ ചതച്ചിട്ടുണ്ടെങ്കിൽ, കള്ളക്കേസെടുത്ത് ജയിലിൽ അടച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാം. അതിനുള്ള വകുപ്പുകളുണ്ട്. ആ നിയമ നടപടിയിലേക്ക് എന്തായാലും വരും ദിവസങ്ങളിലേക്ക് പലരും പോകുമെന്ന് അറിയുന്നുമുണ്ട്. അതങ്ങനെ അങ്ങോട്ട് പോട്ടെ, അതാണ് നല്ലത്. അവരെ വെല്ലുവിളിക്കാതെ പകരം നമുക്കവരെ വിമർശിക്കുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ എടുക്കുകയോ ചെയ്യാം. അല്ലാതെ വെല്ലുവിളിച്ചുകൊണ്ട് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞാൽ ഈ ആയങ്കിയുടെ അനുഭവമായിരിക്കും ഇനി അങ്ങനെയുള്ളവർക്കും വരാൻ പോകുന്നത്. Different angles. Don't forget to subscribe and support this channel.